അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്താണ് ആ കാഴ്ച? വല്ലാത്തൊരു കാഴ്ച. നബി തങ്ങൾ ഇങ്ങനെ ഈന്തപ്പനയോലകളാൽ മെടിഞ്ഞുണ്ടാക്കിയ പായയിൽ കിടക്കുന്നു. എന്നിട്ടോ ആ ഈന്തപ്പനയോലയുടെ പായയുടെ അടയാളം നബി തങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്കൊക്കെ ഒന്ന് നോക്കി. ആ വീട്ടിലൊന്നുമില്ല. ഭക്ഷണിക്കാൻ വെള്ളം, ചെറിയ ഗോതമ്പിൻ്റെ മാവിൻ്റെ കുറച്ച് പാത്രങ്ങളും ഇലകളും മാത്രമേ അവിടെ ഉള്ളൂ. ഉറക്കിടാത്ത തൂകൽ പാത്രങ്ങളും മറ്റു ഇലകളൊക്കെയാണ് അവിടെ ഉള്ളത്. അങ്ങനെ ജഅല ഉമർ റളിയല്ലാഹു അൻഹു യബ്കി. ഉമർ റളിയല്ലാഹു അൻഹു കാഴ്ച കണ്ടങ്ങ് കരയാൻ തുടങ്ങി. ജഅലതു ഐനാഹു തദ്രിഫാൻ. നബി തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഉമർ തങ്ങൾ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി. വൈകൈഫ ലാ യബ്കി. എങ്ങനെയാണ് കരച്ചിൽ വരാതിരിക്കുക? അല്ലേ? നമ്മളൊക്കെ എങ്ങനത്തെ കട്ടുമല കിടക്കണേ? ബെഡിലല്ലേ? നല്ല സുഖമുള്ള ബെഡിലാണ് കിടക്കുന്നത്. നബി തങ്ങളോ കിടന്നത് എവിടെയാണ്? ഫി ആയത്തിൽ ഫഖ്രി വൽ ഉദ്മി. നബി തങ്ങൾ ജീവിച്ചത് വളരെ ദാരിദ്ര്യത്തിലും ഇല്ലായ്മയിലാണ്. എത്രത്തോളം? ഹത്താലം യജിദ് ഫിറാശൻ യനാമു അലൈഹി. ഒരു നല്ലൊരു വിരിപ്പ് കിടന്നുറങ്ങാൻ കിട്ടിയിട്ടില്ല. വലാ വിസാദതൻ നായിമതൻ യതവസ്സദു ബിഹാ. ഒരു ഉറങ്ങാൻ ഒരു മൃദുലമായ ഒരു തലയണയും നബി തങ്ങൾക്കു ലഭിച്ചില്ല. അങ്ങനത്തെ നേതാവാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, മായുബ്കിക യാ ഇബ്നുൽ ഖത്താബ്. എന്താണ് ഉമറെ നീ കരയുന്നത്? എന്താണ് നിന്നെ കരയിപ്പിച്ചതെന്താണ്? ഖാല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ നബിയല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ നബിയേ, മാലി ലാ അബ്കി. എനിക്കെങ്ങനെ കരയാതിരിക്കാൻ കഴിയും? ഹാദൽ നസീറു ഖദ് അസ്സറ ഫി ജംബിക. ഈ പായുടെ അടയാളങ്ങൾ അങ്ങയുടെ ശരീരത്തിൽ പാടുകൾ വരിപ്പിച്ചിരിക്കുന്നു നബിയെ. വലാ അറാ ഫിൽ ബൈത്തി ഇല്ലാ മാ അറാ. നിങ്ങളുടെ വീട്ടിൽ ഞാൻ കണ്ടതല്ലാത്ത വേറൊന്നുമില്ല. വളരെ ചുരുങ്ങിയ വസ്തുക്കളെ വീട്ടിലുള്ളൂ. വഫാരിസ് വറൂമു ഖദ് വസ്സ അല്ലാഹു അലൈഹിം. എന്നാൽ പേർഷ്യക്കാർ, അതേപോലെ റോമുകാർ, അവർക്കൊക്കെ വലിയ വിശാലതകൾ ഭക്ഷണത്തിൽ നൽകിയിട്ടുണ്ട്. വകിസ്റ വകൈസർ ഫിസ്സിമാരി വൽ അൻഹാർ. കിസ്റ കൈസർ രാജാക്കന്മാർ അവർ വലിയ ഫലങ്ങളും പുഴകളിലും അവർ ആർമാദിച്ച് എൻജോയ്മെന്റ് ചെയ്ത് ജീവിക്കുന്നു. ഏത് സ്ഥിതിയിൽ? വഹും ലാ യഅ്ബുദൂനല്ലാഹ്. അവരിവിടെ അള്ളാഹനെ ആരാധിക്കുന്നില്ല. അള്ളാഹുവിന് ശിർക്ക് ചെയ്ത് നടക്കുന്ന കിസ്റയും കൈസറും രാജാക്കന്മാരും നല്ല സുഖലോലുപതയിൽ മുങ്ങിക്കുളിക്കുമ്പോൾ വ അന്ത റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബി തങ്ങളായ നിങ്ങൾ, യാ റസൂലല്ലാഹ്, നിങ്ങളിങ്ങനെ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ നബിയെ നിങ്ങളൊന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യൂ. ഫൽയുവസ്സി അലാ ഉമ്മത്തിക. നിങ്ങളുടെ ഉമ്മത്തിന് വിശാലത ചെയ്യാൻ, നല്ല സമ്പത്തുള്ളതാവാൻ നബിയെ, ഞങ്ങൾക്കൊക്കെ സമ്പത്ത് കൂടി നബിയെ തങ്ങൾക്ക് വലിയൊരു കട്ടിലൊരുക്കി തരാം. അതിനൊക്കെ ഒന്ന് സമ്പത്തൊക്കെ ഒന്ന് കൂടാൻ വേണ്ടി ദുആ ചെയ്യുമോ? ലം യർള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹുവിന്റെ വാക്ക് നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. വഖദ് കാന യുഹിബ്ബു സഹാദ വൽ കനാ ലിനഫ്സി അലി ഉമ്മത്തി. നബി തങ്ങൾ പ്രപഞ്ച ത്യാഗത്തെയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ഉമ്മത്തിനിക്കും അതൊക്കെ തൻ്റെ ശരീരത്തിന് ഇഷ്ടപ്പെട്ടതൊക്കെ ഇഷ്ടപ്പെട്ട ആളായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? സുഹൃദാണ്. ദുനിയാവിൽ കുറേ പണം ഉണ്ടാവുക, വലിയ ആഡംബരം ഉണ്ടാവുക എന്നത് നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫജലസ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഇരുന്നു. വഖാല ഔ ഫി ഹാദാ അൻത യാ ഇബ്നുൽ ഖത്താബ്. അവ ഫി ഹാദൽ ആദാ അൻത യാ ഇബ്നുൽ ഖത്താബ് അമാ തറള അൻ തകുന ലഹും ദുനിയാ വലനൽ ആഖിറ. ഓ ഉമറെ, ഞാൻ നിനക്ക് ഇതാണോ പഠിപ്പിച്ചു തന്നത്? ഞാനിതാണോ ഉമറെ നിനക്ക് പഠിപ്പിച്ചു തന്നത്? ദുനിയാവാണോ നിനക്ക് ഇഷ്ടപ്പെടേണ്ടത്? നമുക്ക് ആഖിറമല്ലേ, നമുക്ക് പരലോകമല്ലേ വേണ്ടത്?
കാല കാല ബല യാ റസൂലല്ലാ, അതേ നബിയെ, അസ്തഗ്ഫിറുലി, എനിക്ക് പൊറുക്കലിനെ തേടൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്ഹദന്നാസി ഫി ദുനിയ, ദുനിയാവിൽ വെച്ച് ഏറ്റവും നല്ല സുഹൃദ് കാണിച്ച നേതാവാണ്. ആഷഫി ആയത്തിൽ ബസാദ, വളരെ സിമ്പിൾ സെറ്റിയായിട്ട്, പൈസ ഇല്ലായിട്ടല്ല, പണനിബിധങ്ങളടുത്ത് വന്നപ്പോൾ അതൊക്കെ പാവങ്ങൾക്ക് കൊടുത്തു. വനിഹായത്തിൽ ബസാദത്തി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ സിമ്പിളായിട്ട്, ആഡംബരമില്ലാത്ത ജീവിതം, ബസാദത്തിൻ്റെ അങ്ങേയറ്റം. ബസാദത്ത് എന്ന് പറഞ്ഞാൽ ആഡംബരമില്ലാത്ത ജീവിതം നബിതങ്ങൾ ജീവിച്ചു. വഖ്താറൽ ആഖിറത അല ദുനിയ, ദുനിയാവിനേക്കാളും ആഖിറത്തെ തെരഞ്ഞെടുത്തു. എന്നിട്ട് പറഞ്ഞു, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, ഇവിടെയുള്ള ദുനിയാവിക സുഖങ്ങളെക്കാളും വലുത് ആഖിറമാണ്. വലസൗഫ യുതീക റബ്ബുക ഫതർളാ, അതേ നബിയെ, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം, തൃപ്തിപ്പെടുന്നതെല്ലാം നാളെ ആഖിറത്തിൽ വെച്ച് അല്ലാഹു തആല ചെയ്യും. അതാണ് ഇമാം ബൂസൂരി പാടിയത്, വമയ്യബ്യ അജ്ലം മിൻഹു ബിഅജ്ലിഹി യബില്ലഹുൽ അബ്നു ഫീ ബൈഇൻ വഫീ സലമി. ദുനിയാവിനെ വെച്ച് ആഖിറത്തിലേക്ക് നിങ്ങൾ കച്ചവടം ചെയ്യുകയാണോ? അല്ലേ? ഒരുത്തൻ എന്ത് ചെയ്യാണ്? ദുനിയാവിലെ സുഖങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ആഖിറത്തെ മറന്നിട്ട് ഇവിടെ നിങ്ങൾ കച്ചവടം ചെയ്യണ്ട. എന്ത് ചെയ്യണ്ട? ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട? ദുനിയാവാണ് വലുത്. ഇതിവിടെ ഇങ്ങനെ ദുനിയാവ് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആഖിറം മറന്നു പോകരുത്. അത് വലിയൊരു നഷ്ടമാണ് അവനിക്കുണ്ടാവുന്നത്. ഒപ്പയും മുഅ്മിന് വിചാരിക്കേണ്ടത്, എനിക്ക് സ്വർഗത്തിൽ എനിക്ക് സുഖം, അവിടുത്തെ ലാഭം, ഇൻവെസ്റ്റ്മെൻ്റ് എവിടെ ചെയ്യണം? ഇവിടെ ലാഭത്തിനല്ല ചെയ്യേണ്ടത്. അവൻ നാളെ ആഖിറത്തിലേക്ക് നിസ്കാരം ദിക്ർ പോലോത്തത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം.